ചേട്ടാ എന്താണ് റോള് എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ വളരെ ഇങ്ങനെ വളരെ കാഷ്വൽ ആയിട്ട് ഈസി ആയിട്ട് പറയാണ് മമ്മൂക്കയുടെ കാമുക്കിയായിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു വിശ്വസിച്ചു. ജിതിൻ ചേട്ടനെ മീറ്റ് ചെയ്തപ്പോഴാണ് സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഡയലോഗ്സിന് അടിയിൽ മമ്മൂക്കയുടെ ഡയലോഗ് കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്, വിശ്വസിക്കുന്നത്. അതൊരു മൊമെന്റ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ആൾക്കാർ കാണുമ്പോൾ നമ്മൾ ചെയ്തൊരു ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ ഭയങ്കര സന്തോഷം തോന്നി. ചില ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മൾ പോകുമ്പോൾ ആ കളങ്കാവലുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഡെഫിനറ്റ്ലി ഇനി ദിവസാഴ്ച മുൻപോട്ടേക്കുള്ള ഇനി എത്ര വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ലൈഫ് ലോങ് മെമ്മറിയാണ് ഇത്. നടന്ന് മമ്മൂക്കനെ ഫസ്റ്റ് കണ്ട നിമിഷം ഞാൻ ഫ്രീസായി. അതായത് ഒരു മിനിറ്റ് എല്ലാം ബ്ലാങ്ക് ഔട്ട് അടിച്ചു. യെസ്. പിന്നെ മമ്മൂക്ക നോക്കി ചിരിച്ച് വരൂ എന്ന് പറഞ്ഞപ്പോൾ ദെൻ അതായിരുന്നു ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റ്. നമസ്കാരം, ജാങ്കോ സ്പേസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ തിയേറ്ററുകളിൽ ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കളങ്കാവൽ സിനിമയിലെ ഒരു നായികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം 23 നായികമാരുള്ളൊരു സിനിമയാണ്. അപ്പോൾ 23 പേരും വളരെ ചർച്ചാ വിഷയമാണ്. അതിലൊരു നായികയാണ് ഞാൻ ഇന്ന് നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അനുപമ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? കളങ്കാവലാണ് ഇപ്പോഴത്തെ വിശേഷം. വളരെ സക്സസ്ഫുൾ ആയിട്ട് അടിപൊളി റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും വലിയൊരു മൂവിയുടെ ഭാഗമാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു ഭാഗ്യം. അപ്പോൾ ലോകം എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നു കളങ്കാവൽ. അപ്പോൾ കളങ്കാവലാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശേഷം. ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ടൈമാണല്ലേ? ഡെഫിനറ്റ്ലി. അനുപമയും ഫാമിലിയും എല്ലാവരും. ഓക്കെ, നമുക്ക് കളങ്കാവലിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. പക്ഷെ തൊട്ട് മുന്നേ നമുക്ക് അനുപമയെ പറ്റിയിട്ട് കുറച്ച് കൂടുതൽ അറിയാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പം കണ്ടിട്ടുണ്ടായിരുന്നു ക്യാബിൻ ക്രൂ, പിന്നെ ലൈക്ക് മോഡൽ, ആങ്കർ എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ആയിട്ട് ഒരു സകലകലാ വല്ലഭയാണ്. ശരിക്കും എന്താണ് അനുപമ? ഞാൻ ക്യാബിൻ ക്രൂ ആയിരുന്നു. ഇപ്പൊ റിസൈൻ ചെയ്തു. മോഡലിംഗ്, ഇടയ്ക്ക് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള വലിയ രീതിയിലല്ല, എന്നാലും ചെറുതായിട്ട് മോഡലിംഗ് ചെയ്യാറുണ്ടായിരുന്നു. ആങ്കറിംഗ് ഇഷ്ടമാണ്, ആങ്കറിംഗ് ചെയ്യുന്നുണ്ട്. സ്റ്റേജ് ഷോസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് മൂവി ഓഫ് കോഴ്സ് പണ്ട് തൊട്ടേ ഒരു പാഷനാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ആങ്കറിങ്ങും ആക്ടിങ് ഇല്ലെങ്കിൽ ക്യാബിൻ ക്രൂ പ്രൊഫഷൻ ഇതെല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ ഏത് ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടം ആക്ടിംഗ് ആണ്. ഫസ്റ്റ് പ്രിഫറൻസ് ആക്ടിംഗ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ ആക്ടിംഗ് ലൈക് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ എന്തൊക്കെയാണ്? ഞാൻ കണ്ണൂരില് ഒരു ചെങ്ങൽ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ എന്റെ നാട്ടുകാരോ വീട്ടുകാരോ ഫ്രണ്ട്സ് സർക്കിളിലോ ആരും ഈ ഒരു ആക്ടിംഗ് ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീമായിട്ട് മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലത്തുള്ള ഒരു കാര്യമായിട്ടാണ് ആക്ടിംഗ് ഉണ്ടായിരുന്നത്. പിന്നെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ കോവിഡ് വന്നല്ലോ. കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 1-2 പിക്സ് ഒക്കെ കുറച്ച് നോട്ടഡ് ആയി. അങ്ങനെയാണ് എനിക്കൊരു സ്റ്റാർട്ടിങ് കിട്ടുന്നത് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. ദെൻ ഫസ്റ്റ് മൂവി വന്നിട്ട് എഴുത്തോല എന്ന് പറഞ്ഞിട്ടൊരു മൂവി ആയിരുന്നു. ഫെസ്റ്റിവൽ മൂവിയാണ്. അതിനുശേഷം ഞാനൊരു ആക്ട്രസ് ധന്യ ബാലകൃഷ്ണന്റെ ഒരു മൂവിയിൽ റോള് ചെയ്തിട്ടുണ്ടായിരുന്നു. റിലീസ് ആയിട്ടില്ല. ദെൻ മമ്മൂക്കയുടെ തന്നെ ഡൊമിനിക്കിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ആണ് ഇപ്പൊ കളങ്കാവൽ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു വെരി ഫസ്റ്റ് ഫിലിം ആയിരിക്കും കളങ്കാവലിന്റെ. അല്ല, പക്ഷെ കുറച്ചുകൂടി നമുക്ക് എന്നെ കുറച്ചുകൂടി നോട്ടീസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. നല്ലപോലെ നോട്ടീസ്ഡ് ആയിട്ടുണ്ട്. കാര്യം അനുഭവം വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്യാമറ ക്രൂല് ഇതാ വയലറ്റ് ചുരിദാറിട്ട് പള്ളി സാരി, അതെ, പെട്ടെന്ന് സാരി വയലറ്റ് പള്ളി എല്ലാം പെട്ടെന്ന് നോട്ടീസ് ചെയ്തു. അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ആൾക്കാർ കാണുമ്പോൾ നമ്മൾ ചെയ്തൊരു ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷം തോന്നി. ചില ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മൾ പോകുമ്പോൾ ആ കളങ്കാവലുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. എങ്ങനെയാണ് നമ്മൾ കളങ്കാവലെത്തി? ആ ഒരു ജേർണി എങ്ങനെയാ? കളങ്കാവലില് ഫസ്റ്റ് ഞാൻ മമ്മൂട്ടി കമ്പനിയായിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് ഡൊമിനിക് ആണ്. ഈ പറഞ്ഞ പോലെ ജോർജ് സർ ആയിരുന്നു ഡൊമിനിക്കിലോട്ട് ഒരു അവസരം എനിക്ക് തരുന്നത്. ഓഡീഷൻ ത്രൂ ഒക്കെ ആയിരുന്നു? ഓഡീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതില് മമ്മൂക്കയുടെ നായികയുടെ ഫ്രണ്ട് ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ജോർജ് സർ വഴിയാണ് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഡൊമിനിക്കിലേക്ക് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് കളങ്കാവൽ വരികയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു കോള് വന്നു, ഇങ്ങനെ ഒരു മൂവി ഷൂട്ട് നടക്കുന്നുണ്ട്, ഒന്ന് ലൊക്കേഷനിലോട്ട് വന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ മൂവി ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ടും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടും ഇഷ്ടമുള്ളത് കൊണ്ടും ഇപ്പൊ മൂവി നോക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അപ്പൊ ഞാൻ പോകുന്നു. അങ്ങനെ ലൊക്കേഷനിൽ എത്തിയപ്പോ
അപ്പോഴാണ് ഞാൻ അറിയുന്നത് മമ്മൂക്കയുടെ മൂവിയാണ്. അതായത് മമ്മൂക്ക ഇതിൽ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓൺ ദ വേ ആ ചേട്ടനോട് ചോദിക്കുകയാണ്, അശ്മി ചേട്ടനോട് ചോദിക്കുകയാണ്, ചേട്ടാ എന്താണ് റോള് എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ വളരെ ഇങ്ങനെ വളരെ കാഷ്വൽ ആയിട്ട് ഈസി ആയിട്ട് പറയാണ് മമ്മൂക്കയുടെ കാമുകിയായിട്ടെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടായിരുന്നു വിശ്വസിച്ചു ബാക്കി. അപ്പൊ ഞാനിങ്ങനെ പറയണ്ടോ ഒരു ദിവസം വിളിക്കും, മമ്മൂക്കയുടെ കാമുകിയായിട്ട് വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നടക്കുന്നു. പിന്നെ ജിതിൻ ചേട്ടനെ മീറ്റ് ചെയ്തപ്പോഴാണ് സ്ക്രിപ്റ്റ് എന്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ ഡയലോഗ്സിന് അടിയിൽ മമ്മൂക്കയുടെ ഡയലോഗ് അപ്പോഴാണ് ഞാൻ അറിയുന്നത്, വിശ്വസിക്കുന്നത്. അതൊരു മൊമെന്റ് ആയിരുന്നു. കാരണം അതിൽ എത്ര പോർഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ സീൻ എത്ര ഉടനീളം ഉണ്ടോ, ചെറിയൊരു സീനാണോ, അതൊന്നും നമ്മൾ ചിന്തിക്കില്ല. ഡ്യൂറേഷൻ ഒന്നും അല്ലല്ലോ, ഡ്യൂറേഷൻ ഒന്നുമില്ല. മമ്മൂക്കയുടെ കൂടെ ഒരു കോമ്പിനേഷൻ സീൻ എന്ന് പറയുന്നത് അതൊരു ഡ്രീമാണ്. എസ്പെഷ്യലി ഞാനൊന്നും അതൊരു നമ്മളൊന്ന് ലീസ്റ്റ് എക്സ്പെക്ടഡ് മൊമെന്റിലാണ് എനിക്ക് ഈ ഒരു സംഭവം കയ്യിലേക്ക് വരുന്നത്. അപ്പോ അതൊരു ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. ശരിക്കും എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എന്ന് പറയാൻ മമ്മൂക്ക വന്ന് നിൽക്കുന്നത് തന്നെ ഒരു എക്സ്പീരിയൻസ്, അതായത് പുള്ളിനെ കാണുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ മമ്മൂക്കനെ ഫസ്റ്റ് ടൈം കാണുന്നത് കണ്ണൂർ പഴശ്ശിരാജയുടെ ഷൂട്ട്. ആ സമയത്ത് നമ്മുടെ നാട്ടിലെ ഒരു ഇല്ലത്തിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, പഴശ്ശിരാജയുടെ ഒരു ഭാഗം. അപ്പൊ അന്നാണ് നമ്മളെല്ലാവരും മമ്മൂക്കനെ കാണാൻ പോയി. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ മറ്റേ മേൽമുണ്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സൈഡിലൂടെ പോകുമ്പോൾ ആൾക്കാരെല്ലാരും ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് മമ്മൂക്കനെ ടച്ച് ഒന്നും ചെയ്യേണ്ടാന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ മമ്മൂക്ക പാസ് ചെയ്ത് പോയപ്പോൾ മമ്മൂക്കയുടെ ഷോളിൽ ഇങ്ങനെ തൊട്ടു. അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചു കൊള്ളാലോ മമ്മ. അപ്പൊ ഞാൻ എല്ലാവരോടും ഭയങ്കര പറയുന്നുണ്ട് മമ്മൂക്കയുടെ ഷോളിൽ ഞാൻ തൊട്ടു. അപ്പൊ ഞാൻ ചെറുതാ, അപ്പൊ മമ്മൂക്കയുടെ ഷോളിൽ തൊട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് മമ്മൂക്കയുടെ കൂടെ അങ്ങനെ ഒരു സീൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഡൊമിനിക്കിലാണ് ഞാൻ ഫസ്റ്റ് മമ്മൂക്കനെ അടുത്ത് കാണുന്നത് അങ്ങനെ. അപ്പോൾ അന്നീ പറഞ്ഞ പോലെ എനിക്ക് അതിൽ ഭയങ്കരമായിട്ടുള്ള റോളൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് മമ്മൂക്കയായിട്ട് അടുത്തൊന്ന് സംസാരിക്കുന്നത് നൈറ്റ് ഷൂട്ടിന് നമുക്ക് കാറിലൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ മമ്മൂക്കയും സുഷ്മിത അതിന്റെ ലീഡ് ആക്ട്രസ് ഉണ്ടായിരുന്നു. തൊട്ട് പുറകിലത്തെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് മമ്മൂക്കയോട് സംസാരിക്കണം എന്ത് സംസാരിക്കണം എന്നറിയില്ല. ഷോട്ടിനിടയ്ക്കാണ്. അപ്പോൾ സംസാരിച്ചാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അപ്പൊ മമ്മൂക്ക നമ്മുടെ മിറർ തിരിച്ച് എന്റെ നേരെ വെച്ച് മിററിലൂടെ എന്നെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു പുറകിൽ ആരായിരിക്കുന്നേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞാനാ. അപ്പം പറയും ഞാൻ എന്ന് പറഞ്ഞാൽ അനുപമ. അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അതെ മമ്മൂക്കയായിട്ടുള്ളത്. നെക്സ്റ്റ് കമ്മിങ് ടു കളങ്കാവലിൽ എനിക്ക് നമ്മളെ മോർണിംഗ് ആയിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു പള്ളിയുടെ ഇതിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അടുത്ത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട്, കാരണം ഞാനും മമ്മൂക്കയും മാത്രമേ ഉള്ളൂ അന്ന് ആ സ്ഥലത്ത്, വേറെ ആക്ടേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കുറച്ചുകൂടി മമ്മൂക്കയായിട്ട് സംസാരിക്കുന്നത്. മമ്മൂക്ക എന്നുള്ളൊരു വ്യക്തി, കാരണം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഈ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരും, പൊട്ടിത്തെറിക്കുന്ന. അപ്പൊ നമുക്ക് പോകുമ്പോ എന്തായാലും നമ്മുടെ മൈൻഡിന്റെ എവിടെയൊക്കെയോ സൈഡിൽ ഇതൊക്കെ കിടക്കും. അപ്പോ ആ ഒരു എക്സ്പെക്ടേഷൻ കൊണ്ട് പോകുമ്പോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നും നമുക്ക്. അതൊരു ഭയങ്കര സിമ്പിൾ ആണല്ലേ? ഭയങ്കര സിമ്പിൾ ആണ്. കാരണം ഞാനിപ്പം നേരത്തെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ പോലെ ഇത്രയും വലിയൊരു ആക്ടറിന് നമ്മളെ പോലെ ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ വെച്ച് നോക്കുമ്പോൾ എന്നെ കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് വെക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിനില്ല. അപ്പോ ആ ഒരു എഫേർട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതെ, നമുക്കൊരു സ്പേസ് തരിക, നമുക്കൊരു റെസ്പെക്ട് തരിക, അല്ലെങ്കിൽ നമ്മളൊന്ന് കംഫർട്ടബിൾ ആക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഒരു സർപ്രൈസിങ് എലമെന്റ് ആയിരുന്നു. നിങ്ങൾ സംസാരിച്ചിട്ട് കോൺവെർസേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോൺവെർസേഷൻ ശരിക്കും ഞാൻ കാരവനിൽ ഇറങ്ങുമ്പോഴാണ് ശരിക്കും ഞാൻ മമ്മൂക്കനെ കളങ്കാവലിന്റെ ഷൂട്ട് തുടങ്ങുമ്പോൾ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡയലോഗ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മമ്മൂക്കനെ കാണുമ്പോൾ എന്ത് സംസാരിക്കണം, ഹലോ പറഞ്ഞ് തുടങ്ങണോ, ഹായ് പറഞ്ഞ് തുടങ്ങണോ, ഹലോ അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ മമ്മൂക്കയുടെ മുൻപിലേക്ക് ചെല്ലണം, ഇതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാരവനിൽ ഇറങ്ങി ഞാൻ നടന്ന് മമ്മൂക്കനെ ഫസ്റ്റ് കണ്ട നിമിഷം ഞാൻ ഫ്രീസായി. അതായത് ഒരു മിനിറ്റ് എല്ലാം ബ്ലാങ്ക് ഔട്ട് അടിച്ചു. യെസ്, ഒരു നിമിഷം എല്ലാം ബ്ലാങ്ക് ഔട്ട് അടിച്ചു. പിന്നെ മമ്മൂക്ക നോക്കി ചിരിച്ച് വരൂ എന്ന് പറഞ്ഞപ്പോ അതായിരുന്നു ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റ്. പിന്നെ ഷോട്ടിന് മുൻപായിട്ട് പറഞ്ഞ ചെറിയൊരു കോൺവെർസേഷൻ ഒക്കെ നടന്നു. അപ്പൊ നമ്മളൊരു കംഫർട്ടബിൾ സോണിലേക്ക് നമുക്ക് ഡയലോഗ്സിലൊന്നും വലിയ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നില്ല. 1-2 ടെക്നിക്കൽ കാര്യം കൊണ്ട് എനിക്കൊന്ന് 2-3 പെട്ടെന്ന് തീർന്നു. അതെ അത്രേ ഉള്ളൂ. എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് ലൈഫ് ടൈം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി. ഇനി ദിവസാഴ്ച മുൻപോട്ടേക്കുള്ള ഇനി എത്ര വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെന്ന് പറയുന്നത് ഒരു
എന്താ പറയാ ലൈഫ് ലോങ് മെമ്മറിയാണ് ഇത്. എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരു ഒരു കാര്യമാണ് മെമ്മറി ആയിരിക്കും അത്. ഓക്കെ, കളങ്കാവിൽ ഫസ്റ്റ് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഇപ്പൊ ഇതിനു മുന്നേ ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതാണല്ലോ ഒരു ബിഗ് ബഡ്ജറ്റ് വലിയൊരു സിനിമ. അപ്പൊ ഇതിങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ മമ്മൂക്കയുടെ കൂടി ഇരിക്കുന്ന എന്തായിരുന്നു ആ ഒരു മൊമെന്റ് ഫസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ, ഫസ്റ്റ് ഷോ കാണുമ്പോൾ? ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞാല് ഞാനിത് റിലീസിന് മുൻപേ എനിക്കിത് ആരോടെങ്കിലും പറയണമല്ലോ, നമുക്കിത് മുഴുവനായിട്ട് പുറത്ത് പറയാനും പറ്റില്ല, എന്നാ പറയാതിരിക്കാനും പറ്റില്ല. അതെ അതെ, ആ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ടോ, നമുക്കറിയില്ല ഇതിനെ കുറിച്ചൊന്നും. അപ്പൊ ഞാൻ ജിതിൻ ചേട്ടനെ വിളിച്ച് ഒരു ദിവസം ചോദിച്ചു, ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചു, ജിതിൻ ചേട്ടാ ഉണ്ടോ, കട്ട് ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിതിൻ ചേട്ടൻ പറഞ്ഞു ഉണ്ട്, സംഭവം ഉണ്ട്. അപ്പോഴാണ് നമുക്കൊരു സമാധാനം ആവുന്നത്. പക്ഷെ മൂവി കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആർക്കും അറിയില്ല ഇതിന്റെ പുറകിൽ എന്താണ് നടന്നിട്ടുള്ളത്, ഇതിന്റെ ശേഷം എന്താണ് നടന്നിട്ടുള്ളത്, എൻറ്റയർ കഥ അറിയില്ലായിരുന്നു. അതായത് ഇതിന്റെ തീം ഇതാണെന്ന് അറിയാം. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഞാനും കാണുന്നത്, പ്രേക്ഷകരുടെ ഒപ്പമാണ് ഞാനും മൂവി കാണുന്നത്. അപ്പോ ഇതിൽ ഞാൻ എവിടെ വരും, അല്ലെങ്കിൽ എന്താ ഇത് സംഭവിക്കാൻ ആൾക്കാരെ കാണിക്കുമ്പോൾ ഞാൻ എവിടെ എന്നുള്ളൊരു തോട്ട് നമുക്ക് ഉണ്ടാവും. അപ്പൊ ആ ഒരു ചെറിയൊരു എന്താ പറയുക ആൻസൈറ്റിയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ സീൻ വരുമ്പോ ആൾക്കാരെ കൈയടിക്കുന്നു, പ്രേക്ഷകരത് ആഘോഷിക്കുന്നു. അപ്പോൾ അത് നമ്മൾ സാധാരണ പ്രേക്ഷകയായിട്ട് കാണാൻ പോയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. ചില മൂവി കാണാൻ പോയിട്ട് നമ്മളിരുന്ന് കൈയടിച്ച ഒരു മൊമെന്റ് ഒക്കെ. അപ്പോൾ ഇത്രയും വലിയൊരു മൂവി, ഞാൻ ഭാഗമായ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ കൈയടിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അതെ, അതൊരു ഭയങ്കര ഫീൽ ആയിരുന്നു. ഫാമിലിയുടെ സൈഡ്, ഫാമിലി ആരൊക്കെയാണ് ശരിക്കും? അമ്മ, അച്ഛൻ, അനിയത്തി, ഹസ്ബൻഡ് ഉണ്ട്. അപ്പൊ ഇതാണ് ഫാമിലി. അവര് ഇപ്പൊ എന്റെ പ്രോപ്പർ പ്ലേസ് കണ്ണൂരാണ്. അപ്പൊ അവരെല്ലാവരും കണ്ണൂരാണ്. നിങ്ങൾ ഒരുമിച്ചാണോ ഫിലിം കണ്ടത് ആദ്യം? അല്ലല്ല, ആക്ച്വലി എന്റെ അമ്മയും അച്ഛനൊന്നും ഇതുവരെ മൂവി കണ്ടിട്ടില്ല. അതെ അതെ, നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. കണ്ടിട്ടില്ലാത്തതിലൊരു വിഷമമുണ്ട്. പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഇനി അവരുടെ ഒരു റെസ്പോൺസ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ക്ലിപ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അതായത് ഒരു ലുക്കൊക്കെ അവർ കണ്ടിട്ടുണ്ട്. ഹസ്ബൻഡും ഞാൻ ഇവിടെ കൊച്ചിയിൽ അയ്യോ ഭയങ്കര പ്രൗഡ് അല്ലേ അത്. അതൊരു നമ്മൾ കുറച്ച് വർഷമായിട്ട് നമ്മൾ മൂവിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ, മൂവി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പാഷൻ ഉണ്ടായാലും നമ്മൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്താലും നമുക്കൊരു പ്ലാറ്റ്ഫോം, ഡെഫിനറ്റ്ലി ലക്ക് ഒരു ഫാക്ടറാണ്. നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടണം. നമ്മളെ വിശ്വസിച്ച ഒരു ക്യാരക്ടർ, അതിന്റെ ഡയറക്ടറും അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും അതിന്റെ പ്രൊഡ്യൂസർ എല്ലാവരും നമ്മളെ ഏൽപ്പിക്കണം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഒരു മൂവി വരുമ്പോൾ അതിൽ നമുക്ക് ആപ്റ്റ് ആയ ഒരു ക്യാരക്ടർ ഉണ്ടാവണം. അപ്പൊ ഇതൊക്കെ ഒരു ഫാക്ടറാണ്. അപ്പൊ ഇതെല്ലാം ഒത്തിണങ്ങി നമുക്കൊരു ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഇതിന്റെ പുറകെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇതിനു മുന്നേ? ഒഡീഷൻസ് ഞാൻ ഒരുപാട്, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഒഡീഷൻസ് കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് പല മൂവീസും നമ്മളോട് സംസാരിച്ച് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോയിട്ടുണ്ട്. കാരണം നമ്മൾ സംസാരിച്ച് ചിലപ്പോൾ അവരുടെ പ്രൊഡക്ഷന്റെ ആയിരിക്കാം. പിന്നെ ഞാനൊരു ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് അല്ല. അപ്പം സ്റ്റിൽ എനിക്ക് എൻ്റെ ഒരു എന്താ പറയാ കഴിവ് കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇപ്പം കിട്ടിയേക്കുന്നതെന്ന് പറയാൻ കളങ്കാവലാണ്. അപ്പൊ അതൊക്കെ ഒരു മാറ്റേഴ്സ് ആണ്. അപ്പം നമുക്കൊരു റൈറ്റ് ടൈം വരിക, അതിനുള്ളൊരു പേഷ്യൻസ് ഉണ്ടാവാന്നുള്ളതാണ് വലിയ കാര്യം. എങ്ങനെയാണ് ശരിക്കും ഈ ആക്ടിംഗിലേക്ക് ഇത്ര ഇൻട്രസ്റ്റ് വരുന്നത്? എങ്ങനെയാ? കുഞ്ഞിലെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ രീതിയിലായിരുന്നോ? ആക്ടിങ് ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. നമ്മൾ മൂവിയൊക്കെ കാണുമ്പോൾ ഈ ആക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവല്ലോ. അതായത് കാറ്റ് വരുന്നു, മുടിയൊക്കെ ഇങ്ങനെ. അപ്പൊ ഇതൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മിററിന്റെ മുമ്പ് പോയി നിന്നിട്ട് ഇത് നമ്മൾ തന്നെ അങ്ങനെയുള്ളൊരു സംഭവം അഭിനയിച്ചു നോക്കുക. എന്താ പറയാ വാഷ്റൂമിൽ പോയിട്ട് മിററിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു നോക്കുക. ഇതൊക്കെ പണ്ടേ എല്ലാ പെൺകുട്ടികളും ചെയ്യുന്ന പോലെ ഒരു സംഭവം പണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ ഈ പറഞ്ഞ പോലെ ഒരു ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അതെ. പിന്നെ അതിനിടയിൽ ക്യാബിൻ ക്രൂ ആയിട്ട് കയറി. അതെന്താ അങ്ങനെ ഒരു ട്വിസ്റ്റ്? ആക്ടിങ് കൊച്ചിലെ തൊട്ടേ ഇഷ്ടമാണ്, ഇപ്പം ആക്ടിങ് സ്കൂളിലൊക്കെ പഠിക്കാം, പക്ഷെ നമ്മൾ ക്യാബിൻ ക്രൂവിലേക്ക് പോയി. അല്ല, സത്യം പറയട്ടെ, ഈ ആക്ടിങ് സ്കൂളിനെ കുറിച്ചൊക്കെ ഞാൻ വളരെ വൈകിയാണ് അറിയുന്നത്. അതെ അതെ, വളരെ വൈകിയാണ് ഞാൻ അറിയുന്നത്. എന്തുകൊണ്ടാ ക്യാബിൻ ക്രൂ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ, ആക്ടിങ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മൈൻഡിൽ അന്ന് എനിക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഈ ആക്ടിങ് എന്ന് പറയുന്നത്. എന്നെ പോലൊരു, അതായത് ആൾക്ക് എവിടെ ആരെ അപ്രോച്ച് ചെയ്താലാണ് ഇത് നടക്കുക, അല്ലെങ്കിൽ ഒഡീഷനെ കുറിച്ചിട്ടൊന്നും നമുക്ക് വലിയൊരു ധാരണയില്ല എന്ന്. അപ്പൊ ഇതൊക്കെ ഒരു മാറ്റേഴ്സ് ആണ്. ക്യാബിൻ ക്രൂ, എൻ്റെ അച്ഛൻ പണ്ടേ ഗൾഫിലാണ് ഉള്ളത്. അപ്പം ഞാൻ അച്ഛനെ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ക്യാബിൻ ക്രൂവിനെ കണ്ടിട്ട് എനിക്ക് ക്യാബിൻ ക്രൂ പണ്ടേ ഇഷ്ടമാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ
എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് ഇന്നേരം തോന്നിയത് ക്യാബിൻ ക്രൂ ആണ്. ക്യാബിൻ ക്രൂ ആണ്. കാരണം മൂവി എളുപ്പമുള്ള ഒരു കാര്യമല്ല അത്. ഡെഫിനറ്റ്ലി എളുപ്പമുള്ള കാര്യമാണ് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് ആക്ടിങ്ങിലേക്ക് എത്തുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഈസി ആക്ടിങ് എന്നുള്ളത് എത്തില്ല എന്നുള്ളൊരു മൈൻഡ് എവിടെയൊക്കെയോ എനിക്കന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്യാബിൻ ക്രൂ ചൂസ് ചെയ്തു. ഇപ്പൊ അത് ഡ്രോപ്പ് ചെയ്തോ? കംപ്ലീറ്റ് റിസൈൻ ചെയ്തു. അത് ആക്ടിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ല, ഞാൻ ആക്ച്വലി വേറെ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് റിസൈൻ ചെയ്തത്. പിന്നെ നമുക്ക് കോവിഡ് ഒക്കെ വന്നപ്പോഴാണ് നമുക്കൊരു സ്പേസ് കിട്ടിയത്. അതായത് ആക്ടിങ്ങിലോട്ട് കടക്കാനും അല്ലെങ്കിൽ ഇപ്പൊ ഫോട്ടോഷൂട്ട്സ് ആണെങ്കിലും അതിലേക്ക് വരാൻ വേണ്ടി. ആദ്യം പറഞ്ഞു ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്, ആങ്കറിംഗ് ഉണ്ട്, ആക്ടിംഗ് ഉണ്ട്, വേറെ എന്തൊക്കെ ടാലൻസ് ഉണ്ട്? ഡാൻസ് ചെയ്യും ഞാൻ. ഡാൻസ് ചെയ്യും. ക്ലാസിക്കൽ ഡാൻസർ ആണോ? ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ വർഷം പറയുകയാണെങ്കിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഈ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒന്നിന്റെ ഇഷ്ടമല്ല. എനിക്ക് നേരിട്ട് പോയിട്ട് അങ്ങ് ഡാൻസ് അങ്ങ്, അതായത് ഈ നമ്മള് തട്ടടവ് മീടവ് ഇതൊക്കെ അങ്ങനെയുണ്ട്. പക്ഷെ ഡാൻസിങ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ സെമി ക്ലാസിക്കലൊക്കെ പണ്ട് സ്കൂളിലൊക്കെ ഒരുപാട് പാട്ട് എനിക്ക് പാട്ട് പാടാൻ സത്യത്തിൽ ഭയങ്കര സൗണ്ട് ആണ് കേട്ടോ. സൗണ്ട് പലരും പറയാറുണ്ട്. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എന്റെ സൗണ്ട് അത്ര എനിക്ക് ഇഷ്ടമല്ല. നല്ല ക്ലാരിറ്റി ഉള്ള ക്രിസ്പ് ആയിട്ടുള്ള സൗണ്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സൗണ്ട് ആണ്. പാട്ട് അല്ലടാ, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇതിനിടയിൽ ഒരു ഫംഗ്ഷന് പോയപ്പോ ഞാൻ രണ്ടും കൽപ്പിച്ചൊരു പാട്ട് പാടി. എന്നിട്ട് അവിടുന്ന് എനിക്ക് പൈസയൊക്കെ കിട്ടി. ഇനി പാടരുതെന്ന് പറഞ്ഞിട്ട് ഇനി മേല് പാടരുതെന്ന് പറഞ്ഞു വെച്ചു. പക്ഷെ ഇനി പാടരുതെന്ന് പറഞ്ഞു. അപ്പൊ അതിനോട് എന്റെ കോൺഫിഡൻസ് അങ്ങ് നശിച്ചുപോയി. ശരിക്കും ഫേവറേറ്റ് ആക്ടർ ആരാണ് അനുപമയുടെ? എനിക്ക് എല്ലാരും ഇഷ്ടമാണ്. ഇപ്പൊ കുറച്ചുകൂടി ഇഷ്ടം മമ്മൂക്കനെ. കാരണം മമ്മൂക്കയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് എന്റെ ലക്കാണ് മമ്മൂക്ക. അപ്പോ നമുക്ക് എല്ലാ ആക്ടേഴ്സിനെയും കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, ഇവരുടെ കൂടെ അഭിനയിക്കണം, അല്ലെങ്കിൽ ഇവരെ പോലെ ചെയ്യണം. ഇന്ന ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് ഇന്ന ക്യാരക്ടേഴ്സ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ഏതൊരു ടൈപ്പ് ഓഫ് മൂവി ചെയ്യാനാണ് ശരിക്കും ആഗ്രഹം? എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്കതൊരു ചില വർക്ക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. അതായത് ജോലിയായിട്ട് നമുക്ക് തോന്നും, അതെ, ജോലിയായിട്ട് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ ആക്ടിങ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർക്ക്സ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും എനിക്കത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതിന് എത്ര ലേറ്റ് നൈറ്റ് ആയാലും, നമുക്ക് എത്ര വയ്യെങ്കിലും, അല്ലെങ്കിൽ എന്തെല്ലാം ഫിസിക്കൽ ഇഷ്യൂ മെന്റൽ ഇഷ്യൂ എന്തുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതെനിക്ക് ഭയങ്കര ഒരു എനർജി തരുന്ന ഒരു കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഏത് ഇമോഷൻ നന്നായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ഞാൻ ഇത് ചെയ്യുന്ന അടിപൊളിയാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്? സാഡ് സംഭവങ്ങളായിരിക്കും, കുറച്ച് കരയുന്നതും ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. ചെയ്യാൻ പറ്റുമോ? ഞാനൊന്ന് പച്ച പിടിച്ച് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ല, നല്ല അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഞാൻ വേറൊരു കുഞ്ഞു ടാസ്ക് തരാം. ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ മമ്മൂക്കയുടെ കാമുകയായിട്ട് അഭിനയിച്ചു. റിയൽ ലൈഫിൽ അനുപമയ്ക്ക് മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ട് ഒരു ലവ് ലെറ്റർ എഴുതാൻ പറ്റിയ എന്തായിരിക്കും? ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഫോണിൽ വല്ല നോട്ട് ചെയ്തോ. ഞാൻ 2 minutes തരാം. ഇപ്പൊ നമ്മുടെ എന്റെ മമ്മൂട്ടി ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന പോലെ ഒരു ലവ് ലെറ്റർ അല്ലെങ്കിൽ ഒരു ടോക്കൺ ഓഫ് ലവ് എന്തായിരിക്കും ലെറ്റർ എഴുതുക? അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ എഴുതി പിടിപ്പിക്കൊന്നുമില്ല. കാരണം അദ്ദേഹത്തെ അത് വായിക്കാനുള്ള സമയം എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഞാൻ ഇത്ര മാത്രമേ എഴുതുള്ളൂ. സ്നേഹത്തോടെ അനുപമ. കാരണം ഐ വോണ്ട് ഹിം ടു റിമെമ്പർ മൈ നെയിം. ഞാനെന്നുള്ള വ്യക്തിനെ പുള്ളി അതായത് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യമാണ്. അതെ അതെ, ഡെഫിനറ്റ്ലി. അപ്പൊ ഓർമ്മയുണ്ടായിരുന്നു മറ്റേ ഡൊമിനിക്കിലെ പുള്ളി ആള് കണ്ടപ്പോ റെക്കഗ്നൈസ് ചെയ്തു. അതെനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഡൊമിനിക്കിൽ ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് സമയമുള്ള ഡ്യൂറേഷനുള്ള ക്യാരക്ടർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്റെ ഫേസ് മമ്മൂക്കയുടെ മൈൻഡിൽ ഉണ്ടാവുന്നോ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ആൾ കണ്ടപ്പോ അത് റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കര എനിക്കൊരു സന്തോഷമായിട്ട് തോന്നി. അതെ. കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെയായിരുന്നു? ഈ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണോ? ശരിക്കും എന്താണ് അനുപമയുടെ ഒരു ക്യാരക്ടർ? ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണോ? എങ്ങനെയാണ്? എടാ, ഞാൻ ശരിക്കും ചില സിറ്റുവേഷനിൽ ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ കോൾ എടുക്കാൻ ഭയങ്കര മടിയാണ്. എനിക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ ഭയങ്കര മടിയാണ്. അതായത് ഒരു കോൾ എടുത്തിട്ട് ചിലപ്പോ എന്റെ മുൻപിൽ കിടന്ന് ഫോൺ അടിക്കുന്നുണ്ടാവും, എനിക്കത് എടുത്തിട്ട് ഒരു ഹലോ എടുക്കണം, സംസാരിക്കണം, അതെനിക്ക് ആണ്. എന്നാ ഒരു കൈൻഡ് ഓഫ് എക്സ്ട്രോവേർട്ടും ആണ്. കാരണം ഒരു ഗാങ്ങിൽ പോയി ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും.
ഞാൻ കയറി അങ്ങ് ഡാൻസ്, എനിക്ക് അങ്ങനത്തെ നാണോ മടിയൊന്നുമില്ല. ഫുൾ ഓൺ ഫുൾ തൊലിക്കെട്ടിൽ കുറച്ച് അധികമാണെന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ അങ്ങ് ഡാൻസ്, അത് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ എക്സ്ട്രോവേർട്ട് ആണ്. പക്ഷെ ചില സിറ്റുവേഷനിൽ എനിക്ക് പറഞ്ഞ പോലെ ഒരു നോ പറയേണ്ട ഒരു സിറ്റുവേഷൻ, അത് ഒരു കാലത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്ട്രീം ലെവലിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്യിച്ചതൊരു കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. കമ്മിങ് ടു കോളേജ് ലൈഫ്. കോളേജ് ലൈഫ് സത്യം പറഞ്ഞാൽ ഞാൻ കോളേജിന്റെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴാണ് ഞാൻ ക്യാബിൻ ക്രൂ ഇന്റർവ്യൂ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ക്യാബിൻ ക്രൂ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ കൊച്ചിയിലായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഞാൻ പഠിച്ചതൊക്കെ കണ്ണൂർ തന്നെയാണ്. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ക്യാബിൻ ക്രൂ ജോലിയിലേക്ക് കയറുന്നത്. യെസ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയൊരു കോളേജ് ലൈഫ് പറയാൻ അങ്ങനെ ഇല്ല, വലിയൊരു കോളേജ് ലൈഫ് പറയാൻ അങ്ങനെ ഇല്ല. പക്ഷെ ഉള്ള ആ സമയത്ത് ഉണ്ടായിരുന്ന മെമ്മറീസ് അത് ഭയങ്കര ലൈഫ് ലോങ് ഉള്ള ഒരു മെമ്മറിയാണ് എനിക്ക്. ഡെഫിനറ്റ്ലി എനിക്ക് എൻ്റെ ഒരു സ്കൂൾ കോളേജ് ജീവിതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത, എനിക്ക് കുറച്ച് എന്താ പറയാ, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു സുഖം ഞാൻ അറിഞ്ഞത് ആ ഒരു ടൈമിലാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി നമുക്കിപ്പോ കുറെ ക്യാബിൻ ക്രൂ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അത് പണ്ടങ്ങനെ കാണുന്നില്ല. ഇപ്പൊ റീസെന്റ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൊരു ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്ത് ഫുഡാണ് കഴിക്കുന്നത്, ഒക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ക്യാബിൻ ക്രൂ ആകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ ക്യാബിൻ ക്രൂ എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ന സ്കിൻ ടോണിലുള്ളവർക്കേ ക്യാബിൻ ക്രൂ ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾക്കൊരു മിത്തുണ്ട്. അതായത് നമ്മൾ തന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടും ചിന്തിച്ചിട്ടും നമ്മളെ മൈൻഡിൽ വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഇപ്പൊ ഒരുപാട് ഏവിയേഷൻ കോളേജസ് ഉണ്ട്. അതിൽ ചിലതൊക്കെ വളരെ നല്ല രീതിയിൽ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ചെയ്യുന്ന അതെ കാര്യങ്ങളാണ്. പക്ഷെ ചില സ്ഥലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ആക്ച്വലി ഒരു ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഏവിയേഷൻ കോഴ്സ് പഠിക്കണം എന്നില്ല. ഞാനൊരു ഏവിയേഷൻ സ്റ്റുഡന്റ് ആയിരുന്നില്ല, അല്ല, എനിക്ക് ഏവിയേഷനായിട്ടൊരു ബന്ധവും ഇല്ല. ഞാൻ എയർലൈൻസിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ എനിക്ക് ജോലി കിട്ടിയ ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ സെലക്ട് ആയതിനു ശേഷം എയർലൈൻസ് തന്നെ തരുന്ന ട്രെയിനിങ് ഉണ്ട്. അതാണ് അതെ, ആ ട്രെയിനിങ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ പല കുട്ടികളും എന്തായി പറയാ, പിന്നെ നമുക്ക് ഫിസിക്കലി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഐസൈറ്റിന്റെ സംഭവങ്ങള്, കുറച്ച് മെഡിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെ ഓക്കെ ആയാലാണ് ക്യാബിൻ ക്രൂ ആവാൻ പറ്റുള്ളൂ. അല്ലാതെ അതിൽ നമ്മുടെ സ്കിൻ ടോണോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു 3 കാര്യം, ഇപ്പൊ ക്യാബിൻ ക്രൂ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് മസ്റ്റ് ആയിട്ട് അവരുടെ ആ ഒരു പ്രിപ്പയർ ചെയ്യേണ്ടത്? മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം. കാരണം നമ്മൾ ഒരു ക്യാബിൻ ക്രൂവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിഫറെന്റ് ആൾക്കാരുമായിട്ട് ഡിഫറെന്റ് സിറ്റുവേഷനിൽ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മെയിൻ ആയിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കറിയാവുന്ന 1-2 കേസിലും അപ്പം നമ്മുടെ ഈ ഫിസിക്കൽ, ഞാൻ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഇത് ക്ലിയർ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താണ് പറയാ, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് അതൊരു മാറ്ററാണ് മെയിൻ. അതായത് വെൽ ഗ്രൂംഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് നല്ല അടിപൊളി 3 ടിപ്സ് ആണ്. ക്യാബിൻ ക്രൂ ആകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ അപ്പൊ എന്തായാലും എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവട്ടെ. ആക്ടിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ആക്ട്രസ് ആണെന്നുള്ളതാണ് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെയാണ് കെയർ ചെയ്യുന്ന കാര്യങ്ങൾ? മെയിനായിട്ട് അങ്ങനെ കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ, ഫിസിക്കലി ഒരുപാട് ഭയങ്കര ഡയറ്റൊന്നും എടുക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. പക്ഷെ എന്നാലും ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പം കളങ്കാവലിന് ശേഷം ഞാൻ കുറച്ചുകൂടി എന്താ പറയുക, ബോഡി കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം മൂവി, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സെൽഫ് കെയർ എപ്പോഴും എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെൽഫ് കെയർ എന്ന് പറയുന്നത് സെൽഫ് ലവിന്റെ ഒരു ഭാഗം കൂടിയാണ്. യെസ്, അനുപമ ലവ്, അതെ അതെ അതെ. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. സ്കിൻ കെയർ എന്തൊക്കെയാ? മേഡം അങ്ങനെ സ്കിൻ കെയർ ഭയങ്കരമായിട്ടൊന്നുമില്ല. എല്ലാവരും ചെയ്യുന്ന പോലെ എനിക്ക് സ്കിൻ കെയർ ഞാനെല്ലാം വാങ്ങിച്ചൊക്കെ വെക്കും. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. എനിക്കെല്ലാം വേണം, പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ ഭയങ്കര മടിയാ. അതൊരു പ്രോപ്പർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഇപ്പൊ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ മൂവി കാണുമ്പോൾ അതൊരു ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മളൊരു മൂവി കാണുന്നതും, ഇപ്പൊ ഞാൻ കുറച്ചുകൂടി അവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂവി കാണുമ്പോൾ അതിൽ ആക്ടേഴ്സും എങ്ങനെയാണ് ചെയ്യുന്നത്, മാനറിസം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, അനുപമയുടെ ഒരു ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി എന്താ പറയാ, എത്ര വേഴ്സ് സിറ്റുവേഷൻ ആയാലും ഞാൻ എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്ത് ഐ സ്റ്റാൻഡ് അപ്പ്.
അതെനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം എത്ര വേഴ്സ് സിറ്റുവേഷൻ, അതായത് കരയില്ല, ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കും എന്ന് പറഞ്ഞാൽ കരയില്ല എന്നല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടെന്നാണോ? പ്രോബ്ലം സോൾവിങ് സ്കില്ലിനപ്പുറം ഞാൻ എത്ര തകർന്നാലും എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്യും എന്നുള്ളത്. അതാണ് ഒരു biggest positive. അതൊരു And negative? നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഓവർ തിങ്കിങ് എനിക്കുണ്ട് എവിടെയൊക്കെയോ. ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. അതെനിക്കുണ്ട്. Okay. അത് എനിക്ക് അതായത് ഭയങ്കരമായിട്ട് തന്നെ അത് ഓവർ തിങ്ക് ചെയ്ത് അങ്ങേ തലത്തിൽ എത്തിക്കും എന്നല്ല പറയുന്നത്. പക്ഷെ ചില സിറ്റുവേഷൻസിൽ ഞാനിപ്പോ ചില ആൾക്കാർ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയാണ്, അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനൊരു നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കത് ഓക്കെ ചെയ്യാൻ പറ്റില്ലല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ എൻ്റെ ഈ തിങ്കിങ് കാരണം ഇതിങ്ങനെ വെച്ച് നീട്ടി അത് അങ്ങ് ചളകുളമാക്കി വഷളാക്കി ചിലപ്പോൾ ആ ഒരു കോണ്ടാക്ട് തന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ച് കളയുന്ന രീതിയിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ കുറച്ച് ബെറ്റർ ആണ്. സെൽഫായിട്ട് ട്രെയിൻ. ഇങ്ങനെ എനിക്ക് ഒരു ആക്ട്രസ് ആവണം, ഈ ഒരു ആക്ടിങ് ജേർണിയിൽ എവിടെങ്കിലും ഒരു മൊമെന്റിൽ ഒരുപാട് സ്ട്രഗിൾ ഒക്കെ ഉണ്ടാവും, എങ്കിലും ഇത് പറ്റുന്നില്ല, അത് വിട്ടാലും നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ് ആയിട്ടും തോന്നിയിട്ടുണ്ട്. ഒരു ഗിവ് അപ്പ് ആയിട്ടുണ്ട്. ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചില സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും ഈ പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യണമെന്ന് പറയുമെങ്കിലും ലൈഫിൽ സർട്ടൻ സിറ്റുവേഷൻസ് വരും, നമുക്ക് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അത്. ചില സർട്ടൻ സിറ്റുവേഷൻസിൽ നമുക്ക് തോന്നും, അതായത് നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു നമ്മളെ കുറിച്ച് അവയർനെസ്, അതെ എന്താണ് അത് കിട്ടാത്തത്, അതായത് എന്താ വർക്ക്ഔട്ട് ആവാത്തത് എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു മൊമെന്റിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് പറഞ്ഞ പണിയല്ല, വിട്ടേക്കാം. പക്ഷെ അത് ഭയങ്കര എനിക്ക് ഒരു ലൈഫിൽ, എൻ്റെ ഇത്രയും നാളത്തെ ലൈഫിൽ എനിക്ക് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള വേറൊരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം എന്നെ ഭയങ്കര മെന്റലി അത് ബ്രേക്ക് ചെയ്തൊരു സാധനമാണ്. അത് വേണ്ട എന്ന് വെച്ചിട്ട് പോവാം എന്ന് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്ത ഒരു മൊമെന്റ് ആണ്. ആ ഒരു മൊമെന്റിലാണ് എനിക്ക് കളങ്കാവൽ കയ്യിലേക്ക് വരുന്നത്. നമ്മൾ ആ ഡിസിഷൻ മൊത്തത്തിൽ മാറ്റി മറിച്ചു. ഓക്കെ, എന്തായാലും ഇപ്പം നമ്മൾ ഇങ്ങനെ ഗിവ് അപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നത് ഇപ്പൊ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ആക്ട്രസ് ആയി മാറിക്കഴിഞ്ഞു ഇപ്പൊ തന്നെ. ഇനി എന്താണ് അനുപമയുടെ ആഗ്രഹം? ഒരു 5 years കഴിയുമ്പോൾ എവിടെ നിൽക്കണം എന്ന് ചോദിച്ചാൽ, ഒരു 5 years കഴിയുമ്പോൾ അനുപമ ഇതായിരിക്കണം അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും? എനിക്ക് മൂവിയിൽ തന്നെ നിൽക്കണം എന്നാണ് ആഗ്രഹം. ഈ പറഞ്ഞ പോലെ കുറേയധികം ക്യാരക്ടേഴ്സ് ആൾക്കാർക്ക് എന്നും ഓർമ്മിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റണം. അതെ, അതാണ് എനിക്ക്. മമ്മൂക്ക എപ്പോഴും പറയുന്ന പോലെ ഇതിനോട് ഒരു ആക്രാന്തം എന്ന് പറയില്ലേ, ശരിക്കും ഞാൻ ഫസ്റ്റ് എഴുത്തോല ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മൂവിയെങ്കിലും ചെയ്താൽ മതി. എഴുത്തോല കിട്ടിയപ്പോ എന്റെ മൈൻഡിൽ അതായിരുന്നു, ഒരു മൂവി എന്റെ ആഗ്രഹത്തിന്. കാരണം അത്രയും നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമല്ലേ, അപ്പൊ ഒന്ന് ചെയ്താൽ സാറ്റിസ്ഫൈഡ് ആവും ഞാൻ എന്നുള്ളൊരു തോട്ടായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ആഫ്റ്റർ ദാറ്റ് മനസ്സിലായി പോരാ, ആ ഒരു ആക്രാന്തം ഉണ്ട്, ഒരു ത്വര. അതിലാണ് ഞാൻ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ ആരാ? ഫാമിലിയാണ് ഡെഫിനറ്റ്ലി. ഹസ്ബൻഡ്, എന്റെ അമ്മ, അച്ഛൻ, അനിയത്തി എല്ലാവരും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവർ തന്നെയാണ് ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പം എന്തായാലും അനുപമയുടെ ഈ ആഗ്രഹം നടക്കട്ടെ. 5 വർഷം 6 വർഷം എല്ലാം വേണ്ട, നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഈ ഇയർ തന്നെ നമ്മളിപ്പോ ഒരു ഫ്രഷ് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണല്ലോ. അപ്പോൾ ഒരുപാട് നല്ല വർക്കുകൾ കിട്ടട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ. ഡെഫിനറ്റ്ലി ഒരുപാട് സിനിമകളുടെ മൂവി പ്രൊമോഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് എനിക്ക് ഇനി ഇന്റർവ്യൂ ചെയ്യാനും പറ്റട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.